കാപ്പി കുടിച്ചിട്ട് നല്ല ചൂട് കപ്പലണ്ടി കുറച്ച് തിരുമലകൾ എണ്ണാനായിട്ട് സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വായുഗുളിക വാങ്ങിക്കാൻ വരുന്നുണ്ട്. നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ അതെന്താ ബക്കറ്റോ അടിപൊളി മഴ. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റിന്റെ കാര്യം, അതാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. അതും കൂടിയും പറഞ്ഞോട്ടാ. ബിഗ് ബോസിൽ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ ചവിട്ടി പുറത്താക്കണം. ഹലോ, ഇന്ന് ഫസ്റ്റ് ദേവിന് പകരം ഞാനാണ്. ആക്ച്വലി ഇന്ന് നമ്മള് ഒരു ചെറിയ പ്ലാനായിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാ. ഇച്ചാക്കൻസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്ക്, ഒരു ബീച്ച് റെസ്റ്റോറന്റ്. ബാക്കി നീ പറയും ദേവു. ഫസ്റ്റ് ഓഫ് ഓൾ ചായ് ടോക്സ് വിത്ത് വൈബഗോൾഡിന്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തൃശ്ശൂര് നല്ല ചൂട് കാപ്പി കുടിച്ചിട്ട് നല്ല ചൂട് കപ്പലണ്ടി കുറച്ച് തിരുമലകൾ എണ്ണാനായിട്ട് സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു എന്താ പറയാ, കടലും റെസ്റ്റോറന്റും റിസോർട്ടൊക്കെ കൂടിയിട്ടുള്ള ഒരു വൈബായിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് എന്റെ കെയർ ഓഫ് അല്ല, അഭിഷേകിന്റെ കെയർ ഓഫ് ആണ്. അഭിഷേകും മുസ്തു ആക്ച്വലി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കാലമായി ബീച്ച് വൈബൊക്കെ ഒന്ന് പിടിച്ചിട്ട് അപ്പൊ ഇന്ന് നേരെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഷാപ്പ് ഫുഡ് ഉണ്ട്. ആ ചേച്ചി അങ്ങനെ പറഞ്ഞേ. അഭിഷേക് അവിടെ വന്നിട്ട് എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. അടിപൊളി ഫുഡാണ്, സ്റ്റേയും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നല്ല നല്ല ഫുൾ വൈബാണ്. എന്നാ വായോ, അഭിഷേകിനെ കൊണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഈവനിങ് ഞങ്ങളുടെ റീൽസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ആക്കി. ആക്ച്വലി അവര് ഓൾറെഡി പള്ളി അല്ലേ അവിടെ വെയിറ്റ് ചെയ്യണം. 3 മണിക്കൂറായി. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വരാൻ ലേറ്റ് ആയപ്പോ തിരിച്ചു പോയി. ഇപ്പൊ പറഞ്ഞു ദേവു ഇതില് ഗൂഗിൾ പേയില് മാപ്പില് 5 മിനിറ്റ്സ് ആകുമ്പോൾ വിളിക്കാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ മുസ്തുവും അബി അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടത്തെ ഫുഡ് എങ്ങനെയുണ്ട്, കുറെ നാൾക്ക് ശേഷമുള്ള ഒരു ബീച്ചിലെ ഒരു വൈബ് എങ്ങനെയുണ്ട്, അങ്ങനെ ആകെ മൊത്തം കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പോവാം. ഷാപ്പില്ല, ഷാപ്പ് ഫുഡുള്ളൂ, ഷാപ്പ് ഫുഡുള്ളി എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. എനിക്ക് ബാക്കി അറിയില്ല. അഭിഷേകും പറഞ്ഞു നല്ല അടിപൊളിയാണ്. അഭിഷേകിന്റെ മമ്മിയൊക്കെ വരാറുണ്ട്, അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പൊ നാളെ അവിടെ കുറച്ച് വിശേഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പുള്ള കോൺവെർസേഷനിൽ നമ്മളെ കൊണ്ടുപോയതാണ്. ഒരാൾ കൂടി അപ്പോ ബാക്കി അവിടെ പോയിട്ട് നമുക്ക് കാണാം. എല്ലാരും കൂടി നല്ല ഒടുക്കത്തെ ബ്ലോക്കിയോടെ പോയിരിക്കുകയാണ്. തൃശ്ശൂര് മറ്റേ പൂങ്കുന്നം പാലത്തിന് മുകളിലോടെ ഒരാളോടെ നല്ല പോസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ബിരിയാണി കഴിക്കാൻ ആയിട്ട് അങ്ങോട്ടും ക്ഷണിച്ചിട്ടുണ്ട്. സ്ഥലം പാലക്കാട് ആ സ്ഥലം. അപ്പൊ ബിരിയാണി കഴിക്കാനായിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മള് അടുത്ത വ്ളോഗ് മിക്കവാറും അങ്ങോട്ടായിരിക്കും. അപ്പം 2 വ്ളോഗും കൂടി ആക്ച്വലി ഇവന്മാര് വ്ളോഗ് എടുക്കണമെന്ന് 2 വ്ളോഗ് കൂട്ടിയിട്ടുള്ള ഒരു എന്റെ വേറൊരു വേർഷൻ ആയിരിക്കും. അപ്പം ഇവിടെ തുടക്കം തന്നെ ഒരാളിങ്ങനെ നമ്മുടെ ആദ്യത്തെ ക്യാമറമാൻ ഒരു സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. പുള്ളിയുടെ മനോഹരമായ അല്ലിയമ്പലൊക്കെ റിലീസ് ആവാൻ പോണേ ഉള്ളൂ. അല്ലിയമ്പലേ വരത്തുള്ളൂ. അപ്പൊ മുന്തിനും പാടിയാൽ എന്റെ ശ്വാസം മുട്ടി ചാവില്ലായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു നേരത്തെ. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ആചാരങ്ങൾ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ ഇനി വേറെ ഉണ്ടാവും. ഇനി എനിക്ക് ചോദിക്കാനുള്ള അഭിയോടാണ് അവിടെ അവസ്ഥ, എന്താണ് അവിടുത്തെ വൈബ് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറെ എന്റെ വൈബാണോ? അപ്പൊ നമ്മൾ പോണ സ്ഥലത്തെ ഒരു സംഭവം എങ്ങനെയാണ്, എന്താണ്? ഇത് ഭയങ്കര വലിയൊരു റിസോർട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ചെറിയൊരു ബീച്ചിന്റെ അവിടെ ചെറിയൊരു പ്രോപ്പർട്ടി 2 ഫ്ലോറിലായിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ അടിയിലെ ഫ്ലോർ ഉദ്ഘാടനം ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പൊ മേലത്തെ ദേവുവാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ചെയ്യായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. പക്ഷെ നമുക്ക് റീലൊക്കെ എടുത്ത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അതൊരു പാവം ചേച്ചിയാണ്, മഹേശ്വരി എന്നുള്ളൊരു ചേച്ചിയാണ് ചെയ്യണേ. അവരുടെ ചെറിയൊരു സംരംഭം. അപ്പൊ നമ്മള് മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ പോകും അല്ലേ. കള്ള് ഷാപ്പ് എവിടെ? ഞങ്ങളടുത്ത് കള്ള് ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കള്ള് ഷാപ്പ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയട്ടെ,
ബീച്ചിന്റെ അടുത്ത് കിട്ടുന്ന ഫുഡ് ഷാപ്പ് ഫുഡാണ്. ഷാപ്പ് ഫുഡാന്ന് മനസ്സിലായി. കള്ള് ഷാപ്പ് കള്ള് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോടേക്ക് കൊടുത്തത്. നമുക്ക് അന്വേഷിച്ച് പോവാം. അതെ അതെ ഇൻഡ്യൂറിസ്റ്റ് ഹെൽത്ത് താഴെ. അത് കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. അപ്പൊ അത് സെറ്റ് ആയില്ല. പക്ഷെ എന്നാലും ഞാൻ തട്ടിക്കൂട്ടൊരു സാധനം എടുത്തു. ഓൾവേസ് ബ്ലാക്ക് ആണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ 2 പ്രാവശ്യം കൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ വഴി നിങ്ങൾ പോയിട്ടില്ല? കടലിനെ കുറിച്ച് എന്തോ പറയാനുണ്ട്. കടലിനെ പറ്റിട്ട് എനിക്കൊന്നും പറയാനില്ല. നീ എന്തോ നേരത്തെ പറഞ്ഞല്ലോ അവിടുത്തെ ബീച്ചില് നേരത്തെ പോയിട്ടുണ്ടെന്നോ? അത് ഒരു ദിവസം ബീച്ചിൽ പോയി ഭയങ്കര മഴയായിരുന്നു. അന്ന് ഭയങ്കര കാറ്റ് ബീച്ചിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് മറ്റേ ഇങ്ങനെ നിന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കാറ്റ് നിൽക്കും. അത്ര അത് നല്ല വൈബായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു അന്ന്. പക്ഷെ ഭയങ്കര ഇടിമിന്നലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതുപോലെ കാറ്റുണ്ടെങ്കിൽ അടിപൊളിയാവും. മഴ പെയ്യാതെ കൊടുങ്കാറ്റ് ഓടിക്കൊണ്ടിരിക്കണ വണ്ടി വരെ പുകച്ചോളാതെവും. പോകാറുള്ള വണ്ടിയൊക്കെ സമാധാനമായിട്ടുണ്ടാവും. പറക്കുന്നില്ല സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് നിനക്ക് അഭിപ്രായം വണ്ടിയെ പറ്റിയിട്ട്? കളിയാക്കിയതല്ല, ഫേമസ് സിനിമയാ അത്. സിനിമ അതിലെ വണ്ടി ഇതൊക്കെ ഫേമസ് തന്നെയല്ലേ? ഹോണ്ട സിറ്റി ടൈപ്പ് 2 പറ്റി എന്താ അഭിപ്രായം കമന്റ് നീ മറ്റേ മുട്ട കുഴിച്ചിട്ടില്ലേ മറ്റേ അതുപോലെ ദൈവനും കൊണ്ട് അവിടെ വെച്ചാ മതി. അപ്പുറത്തെ സ്നാക്സ് കട ഉണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോവാം. അവരോട് കൊളാബല്ല, നമുക്ക് മേടിക്കാം. പൈസ കിട്ടില്ലേ? 2000 ഞാൻ വേണമെങ്കിൽ എല്ലാരും ഒരേ പാത്രത്തിൽ നല്ല ഒരു വായുഗുളിക വാങ്ങിക്കാൻ വരുന്നുണ്ട്. അവനെ വയറിലാക്കാം. ഒരു ഉണ്ണിക്കുട്ടൻ ഒരു വയ്യ നമ്പർ കണ്ടോ? അത് ഉണ്ണിക്കൂടുന്നല്ല, അത് പഴകിയതാ. ട്രെയിൻ വരുന്ന പോലെ ഇവിടെ നമുക്ക് ഓൾറെഡി പോവാൻ സ്ഥലമില്ല ഫ്രണ്ടില്. അതിന്റെ ഇടയിൽ ഇങ്ങനെ മുന്നിക്കൊണ്ട് നിർത്താനാ. അപ്പുറത്തെ സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടി അത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോവുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഇങ്ങനെ നിർത്തും. കേട്ടത് നിർത്തി, അവൻ നിർത്തി അവിടെ. അതൊക്കെ പോ അതിനെ അത്രക്ക് ഇതാക്കണം. ബാക്കിയെല്ലാവരും കളിച്ചിട്ട് അവനെ മാത്രം അതിന് നമ്മുടെ പിന്നിലല്ല ബസ്, 2-3 വണ്ടിക്ക് പിന്നില. നമ്മള് ശരിയാക്കിയാൽ മതിയല്ലോ. ബാക്കിലൊരു കാറുണ്ട്. ഞാൻ പതുക്കെ പോളൂ. ചിലപ്പോ ഞാൻ നിർത്തിയിട്ട് സിഗരറ്റ് ഒക്കെ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല കേട്ടോ. അഭിനയിച്ച് അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. നമ്മളങ്ങനെ കണ്ടശാങ്കട എത്തി. അവൻ കാരണം ഇവിടെ എത്താൻ പറ്റി. കണ്ടശാങ്കട ഇവിടെ നല്ലൊരു സ്പേസ് ആട്ടോ. അടിയില് നോക്ക് അടിയിലേക്ക് നോക്ക്. അതിവിടെ അല്ലേ അടിയില് കൊറേ നല്ല നൈസ് തട്ടുകടൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ നല്ല തിരക്കാവും മറ്റേ വെള്ളംകളി നടക്കുമ്പോ. ആൾക്കാരില്ലാതെ വെള്ളക്കളി നടത്താൻ പറ്റുമോ? നീ വെള്ളംകളി കണ്ടിട്ടാ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ടിവിയില് കണ്ടിട്ട് നിങ്ങളെല്ലാരും വെള്ളത്തിലിരുന്ന് കണ്ടേക്കണേ വള്ളംകളി. ഓ കിട്ടി. കേരളത്തിന്റെ പൈതൃകമായ വള്ളംകളി കാണാത്ത ആൾക്കാര് പറയാൻ പഠിക്കാതെയോ വള്ളംകളി പല പ്രശ്നങ്ങളുണ്ടാവുന്ന വാക്കുകളാണത്. തൃശ്ശൂർകാരനാണ് ഇത്ര. I'm not തൃശ്ശൂർക്കാരൻ. പുള്ളിക്കാരൻ. I'm not പുണേക്കാരൻ. I'm Indian. ബ്ലോഗിലൊരു മെയിൻ കണ്ടന്റ് ഇല്ലാണ്ടിരിക്കും. എക്സ്ട്രാ ഹായ് ഓട്ടോമാറ്റിക് സിസ്റ്റം. പാട്ട് വന്നു. കോപ്പിറൈറ്റ് നമുക്ക് അവിടെ സ്ഥലം ഉണ്ടോ? നമുക്ക് കുറച്ച് കുതിര എങ്ങോട്ട് പോണ്ടേ? നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉമ്മാനെ വിളിക്കാം. ബീച്ചിലെത്തി guys. നല്ല മഴക്കാറുണ്ട്. മേഘം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആക്ച്വലി നമ്മൾ അവിടെ പോകാറുള്ള ചെറായി ബീച്ചിലാട്ടോ. വൺസിന് ബ്ലൂ മൂൺ ഉള്ളി.
അത്ര തന്നെ. ചെറായി ബീച്ചിൽ പണ്ടെങ്ങാണ്ടോ പോയിട്ടുണ്ട്, അത്ര തന്നെ. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വരണേ. ഇവരെല്ലാവരുമായിട്ട് കാറ്റടിക്കുമ്പം ഈ പറഞ്ഞ മാതിരി മഴക്കാറുള്ളതുകൊണ്ടും മേഘങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് മേഘങ്ങളടുത്ത് കൂടെ പോകണ മാതിരി ഒരു സംഭവം അടുത്ത് കൂടെ പോയത്, മനസ്സിലായ? അപ്പം നമുക്ക് നടൻ വരെ പോയിട്ട് വരാം. ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല രസമുണ്ട്. വേറൊരു കാര്യം, ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, പറഞ്ഞ മാതിരി ഒന്നുമില്ല. നോക്കട്ടെ, ഞാൻ കുറച്ചൊന്നും കൂടി ചെല്ലട്ടെ. അല്ല, ഞാൻ ചോദിച്ചതാ, ക്രൗഡ്സ് ഇങ്ങനെ നല്ല മഴക്കാറായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല വൈബാണ് കേട്ടോ. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ ആക്ച്വലി നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. മുസ്തു അവിടെ വേറെ, അബി അവിടെ വേറെ കോളിൽ. നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചില്ല് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതിന് വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ കുടുങ്ങിയ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ കുതിരകളുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചു സ്റ്റാച്ചു ആയിരിക്കുന്നു. പക്ഷേ ആട്ടനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, വാലാട്ടുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അവിടെ കുതിരകളുണ്ട്. അങ്ങോട്ട് ഒന്ന് പോവാം, പക്ഷെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാം. അതിന് മുമ്പ് ക്യാമറ എടുക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടെ, ഗൈസ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ കടലിലെ വെള്ളത്തിന് നല്ല ഉപ്പാണ്. അതെന്താ അങ്ങനെ? അപ്പൊ ഇന്നും അങ്ങനെ നമുക്ക് നിക്കാൻ പറ്റുമോ നോക്കല്ലേ? Chai talks with അതെന്താ ബക്കറ്റോ? ചായ പാത്രം. ബക്കറ്റാണോ? ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതെടുത്തോണ്ട് പോവരുത്. ചായ ഗ്ലാസ്സിന് വല്ലോ പറയാട്ടെ, എന്നിട്ട് ഇത് വന്നിട്ട് മുഴുവൻ എടുത്തോണ്ട് പോട്ടെ. കടലൊന്ന് കള്ളിന്ന് വിളിച്ചു. കുതിരയും കഴുതയും കൂടി ചേർന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇതിനാണ് പോണിട്ടേല് എന്ന് പറയുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മളൊരുവണ മൂന്നാർ പോയപ്പോ അവിടുത്തെ റിസോർട്ടിൽ മീര എന്ന് പറഞ്ഞിട്ടൊരു കുതിര ഉണ്ടായിരുന്നു. എടാ 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 അബി, നിനക്കല്ലേ ഇവരെ പരിചയം? ഇവിടെ വന്നേ, ഈ ചേട്ടനോട് ചോദിച്ചു ഇത്തിരി വൈക്കോൽ കൊടുക്കാൻ പോകും. ഇങ്ങനെയൊക്കെ പരിചയം. ഐപ്പില്ല, വൈക്കോല്. ചവിട്ടിയാ നല്ല കൊള്ളും. ചവിട്ടിയാ പിന്നെ തീരുമാനായി. ചായ കച്ചവടം എല്ലാം തീരുമാനം. മലയാളിയാണോ ചേട്ടാ? കുതിരയാ? കുതിരയാണോ? ഞാൻ കൊടുത്തിട്ട് കഴിക്കുന്നില്ലല്ലോ. തമ്മില് കിട്ടി. ഹലോ, ഒരു വ്ലോഗ്. നിങ്ങളുടെ പേരാണ് ഡയാന. അങ്ങോട്ട് പ്രസംഗമൊക്കെ പിന്നെ പറയാത്. നെവിൻ കപ്പലണ്ടി ഉണ്ടാവുന്നില്ലേ? അല്ല, എനിക്ക് ദേവിലോ കൊതൂത്തി. നിങ്ങൾക്ക് കൊടുക്കണോ? ഗോവിന്ദ ചാമിയ. ഗോവിന്ദസ്വാമി വണ്ണം കുറച്ചില്ലേ? ഓ, അതുപോലെ മണ്ണൂക്ക് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്ത് ചാടാനുള്ള വിഷയം. അതെ.
ഞാൻ വിചാരിച്ചേ ഇരിക്കാനാ എന്നോട് പറ്റും പക്ഷേ പേയ്മെന്റ് എന്തോ ഇതിനെ കുറിച്ച് രണ്ടു പേർക്ക് ഞാൻ പറയട്ടെ. എന്തോ യുദ്ധത്തിന്റെ ഒക്കെ അതിനൊക്കെ കുതിരോട്ടം പഠിക്കാൻ ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ടോവിനോ വന്ന ഏതോ ARM അങ്ങനെ ഏതോ മൂവിയുടെ ട്രെയിനിങ് ഒക്കെ ഇവിടെ. ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇവിടെ വന്നാൽ നമുക്ക് ടോവിനോനൊക്കെ കാണാം. മറ്റേ പടമാണോ പഴശ്ശിരാജ? പഴശ്ശിരാജല്ല, ഒരു 19ാം നൂറ്റാണ്ടോ അങ്ങനെ ഏതിലോ മറ്റേ സിജോ വിൽസൺ മനസ്സിലായി. ശിവരാജ് പഠിക്കുന്ന ആ ചേട്ടൻ പറഞ്ഞു കുതിരനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടല്ലോ. ജനിച്ചു വളർന്ന് വീട്ടിൽ തന്നെ നിന്ന കാരണം മനുഷ്യന്മാരായിട്ട് ഇടപഴകിട്ട് ഭയങ്കര എന്താ പറയാ, അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും. നമ്മള് ജസ്റ്റ് നടന്നാൽ തന്നെ നമ്മള് പിന്നാലെ വരും. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന സാധനം. അത് രസമുണ്ടാവും. ഇത്തിരി ഹൈറ്റ് കുറവുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് ഇത്തിരി ഹൈറ്റ് കുറവുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി ക്വാളിറ്റി. അത്രയും പരിപ്പോടെയും പഴവും കഴിക്കും. കേട്ടുണ്ടോ? നിങ്ങൾ കഴിക്കണ ഞാൻ കഴിക്കും. അല്ല, പരിപ്പോടെയും ചെറുപഴം കഴിക്കുന്നവരുണ്ട്. ഉച്ചക്കലിന്റെ ചോറാണ് അഭിഷേകം പറഞ്ഞിട്ട് ഇവിടുത്തെ വെജിറ്റബിൾസ് എല്ലാം ചേച്ചിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 650 കേബേജ് ഉണ്ടാക്കി. 2000 നല്ല അടിപൊളി മഴ. കാരണം നല്ല രസമുണ്ട്. ഇതിന്റെ ഉള്ളിലിരിക്കുന്നില്ലേ മഴയും ഈ ഒരു ആംബിയൻസായിട്ട് നല്ല രസമുണ്ട്. ഭയങ്കര കാറ്റടിച്ച് ഫുള്ള് പോയപ്പോൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാറ്റിന്റെ കാര്യം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും മഴ വന്നു. നല്ല വൈബാട്ടോ. ഇവര് നമുക്ക് വേണ്ടി കുറെ സംഭവം കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവർ ആക്ച്വലി നമുക്ക് വേണ്ടി കുറെ സംഭവം കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ കിച്ചണിലേക്ക് വന്നേക്കത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേവും എഫ്രോണും പിന്നെ അഭിഷേകും ടീമൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇവിടുത്തെ കിച്ചൺ നല്ല രസം കാണാനായിട്ട്. ആക്ച്വലി ഒരു മറ്റേ നമ്മുടെ പഴയ ആ ഒരു എന്താ പറയാ അതന്നെ ഓലമേന കിച്ചൺ. ആ ഒരു നല്ല പ്രത്യേക സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളവര് ബാംബു വൈബ് നാടൻ എന്താ പറയാ, അപ്ഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, വേറെ വൈബ്. ആരെളുപ്പത്ത് ചെയ്തോ എനിക്കറിയില്ല, ഇവനറിയാം. അതെ ദേവു ഷവർമ ഉണ്ടാക്കാനുള്ള പരിപാടി. നമ്മുടെ അഭി പറഞ്ഞ മാതിരി അന്ന് ചേച്ചി സ്പെഷ്യാലിറ്റി എന്താ പറയുക, ബിഗ് ബോസ് 5, 6, 7 ഇവിടെ വന്നു. ഇത് 5, 6, 7 എല്ലാ സീസണും ഇവിടെ ഉണ്ട്. 8 അവസാനം ചേച്ചി പോവും. അതാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ 6, അത് 5. ഇപ്പൊ നെവിൻ 7-ലെത്തി. അതെ. അപ്പൊ നമ്മുടെ ഗ്രില്ല് കിടന്ന് ഗ്രില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ആണ്. അതും കൂടി പറഞ്ഞോട്ടാ അതില് എന്ന് പറയാൻ പറഞ്ഞു. സെറ്റ് ചെയ്തൊന്ന് പറയാൻ പറഞ്ഞു. ഗ്രിൽ ഫിഷ് ആക്കുന്നു. കുറച്ചേരം കഴിയുമ്പോൾ ഷവർമയിലേക്ക് പോകും. ഫിനാൻഷ്യൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ആയിട്ട് കുട്ടികൾ ഇറക്കിയെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ അറിയാത്തൊന്നും പറയണ്ട, വയറിലും അതാ പറഞ്ഞേ. അതുകൂടാണ്ട് ഇവിടെ ചിലപ്പോ മൂസമ്പിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇത് മതി വെച്ചിട്ടുണ്ടാവും. തക്കാളി മൂസമ്പി എല്ലാതും ഇവിടെ ഉണ്ടാവും. അതെ. ഫ്ലേവർ വരാനല്ലേ ടൈറ്റ് ആക്കാനായിരുന്നു. ഞങ്ങള് ചോനിയും ഫ്ലേവർ വരാനാവും. അങ്ങനെയും വരും. കാരണം ടൈറ്റ് ആകുമ്പോ ഓഫ്കോഴ്സ് അതിന്റെ ഉള്ളിൽ ഫ്ലേവർ ഇറങ്ങുമല്ലോ. ഉണ്ടായിരുന്നു, പക്ഷെ നമ്മള് കുറച്ച് തിരക്കിലായി പോയിരുന്നു. അടുത്ത ഷവർമ ഞങ്ങൾ റോൾ ചെയ്യട്ടെ. അപ്പൊ അവിടേക്ക് ഇത് കഴിച്ചിട്ട് വരാം. അഭിഷേകിന് നമുക്ക് ഈ ക്യാബേജ് ഇവിടെ ഉണ്ടായതല്ലേ ക്യാബേജ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇവിടെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാബേജോ കോളിഫ്ലവറോ എന്തൊക്കെയോ നടാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷവർമയ്ക്ക് ഇവിടെ സ്വന്തം ക്യാബേജ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിൽ ചേച്ചിയുടെ ചേട്ടൻ ചിരിക്കുന്നുണ്ട്. ചേട്ടൻ കുക്കിംഗ് അറിയോ? ഇല്ല, ആ ഒരു അബദ്ധം ഞാൻ ചെയ്യാറില്ല. അത് അല്ലേ? എന്താ ചേച്ചിയുടെ ഫുഡിനെ പറ്റില്ല കുഴപ്പമില്ല. ആരും കേൾക്കില്ല, നമ്മൾ മാത്രം. വേറെ ആരും കേൾക്കില്ല. എല്ലാ ടൈപ്പും ഉണ്ടാക്കും. ആള് ഭയങ്കര ജില്ലാണല്ലേ. ഇവിടെ ഏത് ഭാഗത്താ? ഈ ക്യാബേജ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതെ. തക്കാളി ഇതെല്ലാം ഉപയോഗിച്ച് സാമ്പാർ ഫുൾ ഓൺ എന്താണ് പറയാനും സംഭവം പറയുമല്ലോ. ജൈവം. അതായത് പ്യുവർ ലൈക്ക് മറ്റേ സംഭവങ്ങളൊന്നും അതായത് ഇവിടെ വന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. ഫ്രഷ് ആയിട്ടുള്ള ഫിഷ്, വെജിറ്റബിൾസ്, ചിക്കൻ. ഷേപ്പിലൊന്നും ഒന്നുമില്ല, ടേസ്റ്റിലാണല്ലോ കംപ്ലീറ്റ് സംഭവം കിടക്കുന്നത്. ഇവൻ ഓൾറെഡി എനിക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ബിരിയാണി അടിപൊളിയാണ്. ദൈവം ഗ്യാരണ്ടി ആണ്. ഇവരുടെ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ബിരിയാണി അടിപൊളിയാണ്. പിന്നെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ഞങ്ങള് പാലക്കാട്ടിലെ മുട്ടപ്പാലടാന്ന് പറയാം, പക്ഷെ മുട്ടച്ചൂർലാണ്. അപ്പൊ അത് പറയാനായിട്ട് അതെ ഞാൻ ടേസ്റ്റ് ചെയ്തു ഓൾറെഡി. ഭയങ്കര വാവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എടുക്കാൻ പറ്റില്ല. അടിപൊളിയല്ലേ? മീൻ വന്നപ്പോ ഷവർമ ഉപേക്ഷിച്ചു. ഇവൻ മീൻ എങ്ങനെയുണ്ട് നോക്കാം. എല്ലാരും ഈ ചേട്ടന്റെ പേരെന്താ? അടിപൊളി. ആഹാ, ഫിഷ് റെഡി. ഇതായി ഫോൺ. നീ എവിടെ പോയതാ? അവൻ കടൽ കാറ്റ് കാറ്റ് കൊണ്ട് കാറ്റ് കളയാൻ കാറ്റ് കൊള്ളാം. അത് മുസ്തു കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അതെല്ലാരും എടുത്തെടുത്ത് പണ്ടേ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടേ ആരാണ് പട്ടിയന്റെ വീട് ചാടും. അടിപൊളിയുണ്ട്. എവിടെ ഇരിക്കാം, അവിടെ ഇരിക്കല്ലേ. അടിപൊളി. ഇവിടെ കുബൂസില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബർഗർ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിനുള്ള ബെസ്റ്റ് പ്ലേസാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ മുസ്തുവിൻ്റെ ചെറിയൊരു ഷവർമ കഴിച്ചു. ചെറുതായിട്ട് കഴിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ വലിയൊരു ഫിഷ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഗ്രിൽഡ് ഫിഷാണ്. വായു കഴിക്കാം. എഫ്രോണ് ഫിഷ് ഇഷ്ടമല്ല. ഇവിടെ ഏത് ഫിഷും പോകുന്നു. ഇവിടെ ഏതായാലും പോകുന്നു. എല്ലാം പോകുന്നു ഇവിടെ. കരിമീൻ പൊള്ളിച്ചതുണ്ടോ?
പ്രോണുണ്ട്, പിന്നെ കിളിമീനുണ്ട്. അടിപൊളി. പന്നീൻ അടിപൊളിയാ. കറക്റ്റ് എങ്ങനെ നീ ഇവിടെ ഇല്ലാത്തൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മീനിന്റെ കുത്തല്ലേ, പക്ഷെ മീനിന്റെ കുത്തില്ലല്ലോ. ഒരു പ്രത്യേക ടേസ്റ്റാ. ചിലവർക്ക് ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടമില്ല. ചിലവർക്ക് ശരിയാവും. അടിപൊളി കേട്ടോ. കുബൂസ് വേണോന്ന് സീരിയസ്ലി അടിപൊളി. സന്തോഷം. ഓ അടിപൊളി. നല്ല ചൂട് കുഴവറ്റ. സോറി, വെച്ചല്ലേ. വെറുതെ പറയണല്ല, വെള്ളത്തിലെ പറ്റ അങ്ങനെ പറഞ്ഞു ആർക്കും എനിക്ക് ആ മസാല ഭയങ്കര ഇഷ്ടം. ഒരു ടാങ്കി ചേച്ചി കഴിച്ചോ? ടേസ്റ്റ് ചെയ്തോ? ഒന്നും കിട്ടില്ല മീനെ കഴിക്കാൻ കഴിക്കാൻ തുടങ്ങിയ പിന്നെ നീ പറ്റത് കിട്ടി. ഉറുപ്പട പീസ് സ്റ്റിൽ ഹെൽത്തി. മുത്തശ്ശിയായി ടിൻസ മോൻ്റെ കുട്ടിയാണ്. സൂപ്പർല്ലേ. ടേസ്റ്റില്ലേ? ടേസ്റ്റ് ഇല്ലെന്നോ? പണിക്കൂലിയാണ്, പക്ഷെ അല്ല ഞാൻ പറഞ്ഞത്, നീ നിന്റെ വീട് പണിത് ഇനോഗ്രേഷൻ വെക്കോ? ഇല്ലല്ലോ. എന്നാലും പക്ഷേ ദേവന് നാട്ടുകാരെന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിനൊക്കെ ബിഗ് ബോസിൽ പോയിട്ട് 2 ദിവസത്തിനുള്ളിൽ ചവിട്ടി പുറത്താക്കണം. എന്നെ പുറത്താക്കിയ പോലെ അപ്പോഴാ പഠിക്കണം. ഞാൻ എന്നെ 3 ആഴ്ച പുറത്താക്കി. 3 ആഴ്ച നിന്നുള്ളൂ. പക്ഷെ അവനില്ല, അവനെ കുറ്റം പറഞ്ഞ അവൻ 100 days ഉണ്ട്. ഒന്നുകൂടി ചോദിച്ചാൽ ടോപ്പിക്കേ മാറിയിട്ടുണ്ടോ? നാട്ടുകാരെ കയറ്റാനല്ല അത്ര വീട് അങ്ങനെയല്ലാന്ന് എത്ര വോട്ട് കിട്ടി? അത് നമുക്കറിയില്ലല്ലോ. വോട്ടില്ലാത്തോണ്ടാണ് മറ്റേ ഇത് പറഞ്ഞാൽ മതി, കോളേജിലെ പോയവരുണ്ടോന്ന് അറിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാ. അപ്പൊ നന്നായി ചിരിച്ച് കളിയാക്കിയല്ലോ. ഞാൻ പറയട്ടെ അതിനെ കുറിച്ച്. ഡ്രൈവിംഗ് പഠിക്കാൻ പോയ ഫസ്റ്റ് ദിവസം ഒരു കാറെടുത്ത് പോയിട്ട് പോസ്റ്റ്മോർട്ടം വിളിച്ചു. ശരിയായ ലൈസൻസ് ഡ്രൈവിംഗ് അഹങ്കാരം ഉണ്ടോ നോക്കി. ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ തോട്ടിലോട്ട് കേട്ടിട്ടുള്ളൂ. അതൊന്നും വെച്ച് നോക്കുമ്പോ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാനും അറിയാം, പാർക്ക് ചെയ്യാനും അറിയാം. തോട്ടില് ഞാനൊക്കെ എറണാകുളത്ത് പോണത് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് കാണാനാ. വയറിലെന്നാ വായോന്ന് ഇത് സോസാണോ? കേക്കണ്ടായ അയ്യോ സോസ്. ഓക്കെ പറഞ്ഞോ. അങ്ങനെ നാളെ ഇനോഗ്രേഷൻ ആണ്. എന്താ പറയാൻ പറ്റും? നീ എന്തേ ചോദ്യത്ര പറയൂ, എന്താണ് നാളെ ഇനോഗ്രേഷനെ കുറിച്ച്? സോഫ്റ്റ് ലോഞ്ച്. പറയാനുള്ളത് ഞാൻ പറഞ്ഞോട്ടെ, മറ്റേ പുള്ളി പറഞ്ഞോട്ടെ, ഞാനൊന്നും പറഞ്ഞോട്ടെ. അല്ല പുള്ളി പറഞ്ഞ കേട്ടോ. സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹെവി സംഭവങ്ങളൊക്കെയാണ് ആ ഷർട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് എന്താ പറയാ, നമ്മളെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ ഭയങ്കര കൂളായിട്ട് ആ ഒരു പാചകത്തിലും സ്നേഹത്തിലൊക്കെ ഉണ്ടായത് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഈ ഒരു അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ സംസാരിക്കുന്നത് മനസ്സിലാവും എത്രത്തോളം സ്ട്രഗിൾ ഉണ്ട്. ആൻഡ് അത്രയും ഒരു പോസിറ്റീവായിട്ടൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഇതൊരു ഗോവ വൈബ് തന്നെ ആവട്ടെ. ഗോവയിലൊന്നും ആരും പോകണ്ട. അതെ അതെ, ഒരു ഗോവ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു മിനി ഗോവ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ
ഗോവ പ്രോ മാക്സ് GoPro ഗോവ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. കാരണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺ എനർജിയാണ്. കുക്കിംഗ് വൈസിലും വർത്തമാനത്തിന് വൈസിലും അങ്ങനെ ഒരു ലൈക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും അവിടെ നിന്നേ തൊട്ട് ഭയങ്കര ഒരു കൂളായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റുന്നതിലും പരിചയപ്പെടാൻ പറ്റുന്ന. സ്പെഷ്യൽ താങ്ക്സ് ടു അഭിഷേക്. അപ്പൊ ചേച്ചിയുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നാളെ ഒരു വലിയൊരു വിശേഷം നടക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ മാതിരി ഒരു ഇനാഗ്രേഷൻ ഉണ്ട്. ഒരു അടിപൊളി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ ആക്ച്വലി ബ്ലൈൻഡ് ആയിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ഏതായിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു. പിന്നെന്താ നിങ്ങളെ അതെ, ഇനാഗ്രേഷൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് അഭിഷേകമായിട്ട് എന്ന് പറഞ്ഞ ഒരു ആക്സിഡന്റലി മീറ്റപ്പ് ആയിരുന്നു. നമ്മുടെ റാങ്കിലാണെങ്കിലും എല്ലായിടത്തും പെട്ടെന്നാണ് കണക്ട് ആയത്. അത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷെ പെട്ടെന്ന് അഭിഷേകിന് വേറൊരു കാര്യം വന്നുകൊണ്ട് പറ്റിയില്ല. അടുത്തൊരു സംഭവം, ഇത് ഗോവയുടെ സംഭവത്തിൽ നമ്മൾ എന്തായാലും ഉണ്ടാവില്ല. അതെ, 2 മാസത്തിൽ ചേച്ചി ഇത് മൊത്തം 2 ആഴ്ച രണ്ടാഴ്ചയാണോ സ്റ്റാർട്ട് ചെയ്യണം. പണി തുടങ്ങാൻ പോവാണ് അല്ലേ? എന്താ സ്റ്റാർട്ട് ചെയ്ത 2 മാസത്തിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞില്ലേ, അതെ. ഇതിൽ കൂടുതലൊന്നും എന്ത് സ്റ്റേജിന് ഇങ്ങനെയൊക്കെ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.